ഏതൊരു യുദ്ധത്തിലും പാലിക്കപ്പെടേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. മഹാഭാരതത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ധർമ്മയുദ്ധം എന്ന ടേം വെച്ചൊക്കെ നമ്മളതിനെ ഡിഫൈൻ ചെയ്യാറുമുണ്ട്. എന്നാൽ ഇത്തരം യുദ്ധതന്ത്രങ്ങളുടെ സാമാന്യ മര്യാദകളെ കീറിയെറിഞ്ഞ് കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള കളിയാണ് ഡൊണാൾഡ് ട്രംപ് കളിക്കുന്നതെന്ന് പറയേണ്ടി വരും. ആദ്യം സമാധാന ചർച്ച എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കിയ ശേഷം ഇറാനെ ആക്രമിച്ച് ഇറാൻ്റെ പരമോന്നത നേതാവിനെ വധിച്ചു. ഇപ്പോഴിതാ അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് കടന്നിരിക്കുന്നു ട്രംപ്. മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്ത ഒരു സംയുക്ത നാവികാഭ്യാസത്തിനായി ഇന്ത്യയിലെത്തി മടങ്ങുകയായിരുന്ന ഇറാൻ്റെ യുദ്ധക്കപ്പലിനെ ട്രംപ് തങ്ങളുടെ ആണവ അന്തർവാഹിനി ഉപയോഗിച്ച് തകർത്ത് നാവികരെ വധിച്ചിരിക്കുന്നു. ഒന്നോർക്കുക, യുദ്ധമുഖം എന്ന് പറയുന്നത് അങ്ങ് പശ്ചിമേഷ്യയാണ്, അല്ലെങ്കിൽ പേർഷ്യൻ കടലിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിങ്ങ് എത്രയോ നോട്ടിക്കൽ മൈൽ അകലെ ഇന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്, അതും ശ്രീലങ്കയുടെ തീരത്തോടടുത്തുകൊണ്ട്. അപ്പോൾ യുദ്ധതന്ത്രത്തിൻ്റെ സകല മര്യാദകളെയും ഇവിടെ ലംഘിച്ചു എന്ന് വേണം പറയാൻ. ചുരുക്കി പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ള കളിയാണ് ട്രംപ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപും അമേരിക്കയുമായതുകൊണ്ട് എന്തും കാണിക്കാം എന്നാണോ?